ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ നാട്ടിലെ 3 സ്ത്രീകൾ ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഓണത്തിന് ഞങ്ങൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഞാനും പോകാൻ റെഡിയായി. ആദ്യം മാളൂനെ കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പോൾ ചെറിയൊരു വീഡിയോ എടുക്കാണ്ട് ആ വീഡിയോ എടുക്കണം. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ചെറിയൊരു വീഡിയോ എടുക്കണ്ട. ആ വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ നേരെ അപ്പൂസിനെ അംഗനവാടിയിലാക്കണം, മാളൂവിനെ സ്കൂൾ ബസ് കയറ്റണം, പിന്നെ പായസം അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്ക് അതൊക്കെ കുടിച്ച് തിരിച്ച് വീട്ടിൽ 12 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ എത്തുകയുണ്ടാവും. അപ്പൂസിൻ്റെ എവിടെയും പായസം ഉണ്ട് കേട്ടോ. അപ്പൂസിനെ കാണിച്ചു തരാം. അപ്പൂസിനെ കാണിച്ചിരുന്നു. അതല്ല, പായസം അപ്പൂസിൻ്റെ അംഗനവാടിയിലും ഉണ്ട് കേട്ടോ. മാളൂവിൻ്റെ അംഗനവാടിയിൽ കുറച്ച് പ്രോഗ്രാമൊക്കെ ഉണ്ട്. പക്ഷേ മാളൂവിൻ്റെ സ്കൂളിൽ പ്രോഗ്രാം ഉണ്ട്. പക്ഷേ രണ്ടും കൂടി ഒരുമിച്ച് വരും. രണ്ടും ഒരേ ടൈമിലായതുകൊണ്ട് സ്കൂളിലേക്കും അംഗനവാടിക്കും ഒരേ ടൈമിൽ പറ്റില്ല. അപ്പോൾ മാളൂവിൻ്റെ നമുക്ക് വീഡിയോ കിട്ടുന്നുണ്ടാവില്ല, അപ്പൂസിൻ്റെ കിട്ടും. എന്തൊക്കെ ഉണ്ടെന്ന് പരിപാടി? ഇന്ന് മറ്റേ JRC-കാരുടെ പരേഡ് ഉണ്ട്. പിന്നെ ഞങ്ങളുടെ ഡാൻസ് ഉണ്ട്. ഒരു ചെറിയൊരു ഡാൻസ് ഉണ്ട്, 5 മിനിറ്റിൻ്റെ ചെറിയ ഡാൻസ് ഉണ്ട്. പിന്നെ പായസം ഉണ്ട്. പിന്നെ ലഡു, മുട്ടായി, അങ്ങനെ എന്തൊക്കെയുണ്ട്. നമുക്ക് എന്തായാലും സ്കൂളിൽ പോയിട്ട് നോക്കാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നലെ നമ്മളെ വീഡിയോ എന്താണെന്നല്ലേ? അപ്പോൾ അങ്ങോട്ട് നോക്കൂ ഗായ്സ്, നിറച്ച് മല്ലികളാണ് കേട്ടോ. ഇതൊരു 3 ചേച്ചിമാർ കൂടി ഉണ്ടാക്കിയതാണ് കേട്ടോ നമ്മുടെ നാട്ടിലത്തെ. അപ്പോൾ ഇതാ 2 കളറിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് മഞ്ഞയും പിന്നെ ഒരു ഓറഞ്ച് കളറുമാണ്. ഇവിടെ മാത്രമൊന്നുമല്ല ഗായ്സ്, അപ്പുറത്തൊക്കെ നിറച്ചുണ്ട് കേട്ടോ. അമ്മ എനിക്ക് കാണിച്ചു തരുമേ. ഏകദേശം ഒരു 50 സെൻറ്റ് സ്ഥലത്താണ് കേട്ടോ ഈ ചേച്ചിമാർ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. 2 തരം വെറൈറ്റി അവിടെ ഉണ്ട്. അതായത് ഒരു മഞ്ഞ നിറത്തിലും അതുപോലെ തന്നെ ഒരു ഓറഞ്ച് നിറത്തിലും. അത് സാധാ മല്ലിയല്ല കേട്ടോ, അത് ചെണ്ടുമല്ലിയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അതുപോലെ നമ്മളെ കൈവെള്ളയിൽ ഇങ്ങനെ ഒതുങ്ങണം അത്രയും വലുപ്പത്തിലാണ് കേട്ടോ. നമ്മളെ നാട്ടിൽ ഈ കർഷകർ എന്തെങ്കിലുമൊക്കെ ചെറിയ സംരംഭം തുടങ്ങുമ്പോൾ അത് നമ്മളെപ്പോലുള്ളവരല്ല ഇങ്ങനെ അത് സപ്പോർട്ട് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളെ നാട്ടിലുള്ള ആൾക്കാർ എന്തെങ്കിലും ഒരു സംഭവം തുടങ്ങിക്കഴിഞ്ഞാൽ അതും അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഒരു പുച്ഛഭാവം അവർക്ക്, പിന്നെ അവരുടെ നിന്നല്ലേ വാങ്ങുക എന്നുള്ള, അങ്ങനെ നമ്മൾ ചിന്തിക്കാതെ നമ്മളെ നാട്ടിലെ സ്ത്രീകൾ, പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ആരാണെങ്കിലും കേട്ടോ, പ്രത്യേകിച്ച് സ്ത്രീകൾ ഇങ്ങനത്തേന് ഇറങ്ങാത്തല്ലേ. അപ്പോൾ സ്ത്രീകളൊക്കെ ഒന്ന് ഇറങ്ങുമ്പോൾ എല്ലാവരും ഒന്ന് മെൻ്റലായിട്ടും ഫിസിക്കലായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷം അവർക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രചോദനം കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നല്ലത് നമ്മൾ അന്യ സംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവരുന്നതിനെക്കാട്ടും നല്ലതല്ല ഇതേപോലെ ചെടികളൊക്കെ നമ്മളെ നാട്ടിൽ തന്നെ വെച്ച് പിടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളെ പാണ്ടിക്കാട് പഞ്ചായത്തിലുള്ള വെള്ളിയാത്രപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്ത് 3 ചേച്ചിമാർ കൂടി ഉണ്ടാക്കിയതാണ്. ഇതിനൊക്കെയല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ഗൈസ്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് അതിൻ്റെ നടുവിലൊക്കെ എടുത്ത് ഓണച്ചൂട്ടൊക്കെ ചെയ്താൽ ഭയങ്കര രസമാകും. അപ്പോൾ ഗൈസ്, ഇത് മാത്രമല്ല കേട്ടോ, ഇവിടെ പയറുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അവിടെയൊക്കെ വാഴകളുണ്ട്. ഇപ്പുറത്ത് ഫുള്ള് ഇതാണ്, ഇപ്പുറത്തും നമ്മളെ മല്ലികയാണ്. നല്ല മണം. പിന്നെ എന്തൊരു വലിയ ചെണ്ടുമല്ലി അറിയോ, കണ്ടോ? എൻ്റെ ഒരു കൈവെള്ളയിൽ കൊള്ളുന്നതിനെക്കാട്ടിലും വലുപ്പമുണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഇതാ ഇവനെ അംഗനവാടി കുറച്ചയക്കണം പോയിട്ടാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു കുറേ ദിവസമായി എടുക്കണം എന്ന് വിചാരിക്കുന്നു, പക്ഷെ പറ്റിയിട്ടില്ല, സ്കൂളൊക്കെ പരീക്ഷയൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ ഇന്ന് ലീവ് കിട്ടിയപ്പോൾ നമ്മൾ വന്നതാണ് കേട്ടോ. ഭയങ്കര രസം. അത്ര ഭംഗി ഉണ്ടാവുമെന്ന് വിചാരിച്ചതേ ഇല്ല കേട്ടോ. നല്ല രസമുണ്ട് കാണാനേ. മാക്സിമം അവിടെ എല്ലാ ആൾക്കാരും ഇത് വാങ്ങണമെന്ന് ഞാൻ പറയുകയാണ്. ഇതൊരു പ്രമോഷൻ വീഡിയോ ഒന്നല്ല, ഇത് നമ്മളെ നാട്ടിലത്തെ ചേച്ചിമാർ ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഇങ്ങനെ വന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടേക്ക് വരുന്ന ആൾക്കാരൊക്കെ ഇതൊന്ന് മേടിച്ചിട്ട് പോകണം കേട്ടോ. കണ്ണ അറക്കരുത്, തൊട്ടാ മതി കേട്ടോ. വെരി ഗുഡ്. മണത്തോക്ക് നല്ല മണമുണ്ടാവും. ഇവിടെ മണത്തോക്ക്, ഇത് ഇപ്പുറത്തേക്ക് ഇരിഞ്ഞ് മണക്ക്. ഇതാ ഇവിടെ ഇത് മണത്തോക്ക്. അപ്പൂന്റെ എക്സ്പ്രഷൻ നോക്കിയൊക്കെ മണത്തിട്ടില്ലേ. അപ്പോൾ ഗായ്സ്, നമ്മൾ സാധാരണ മണക്കുന്നതിനൊക്കെ കെട്ടിയ ചെടിയിൽ ഇങ്ങനെ മണക്കണ്ടേ. ഇത് ഗായ്സ് നല്ല ഉയരത്തിൽ നല്ല പൂക്കളായതുകൊണ്ട് തല ചെറുതായിട്ട് അത് അടിയിലേക്ക് അയക്കുന്നത് കേട്ടോ. നല്ല മണമാണ്. പിന്നെ ഓറഞ്ച് എനിക്ക് ഒന്നുകൂടി ഇഷ്ടമാണ് കേട്ടോ. കുറച്ചുകൂടി നല്ല ഭംഗിയുള്ള കളർ ഇതാണല്ലേ. പക്ഷെ ഇവിടെ കൂടുതലുള്ളത് മഞ്ഞയാണ്. ഇവിടെ നല്ല വലുപ്പമായിട്ട് ഉണ്ടായിട്ടുള്ളത് നമ്മളെ മഞ്ഞയാണ് കേട്ടോ. മറ്റേതൊക്കെ ചെറുതാണ് ഓറഞ്ച്. ഇത് കേട്ടോ, എൻ്റെ ഒരു കയ്യിൻ്റെ അത്ര വലുപ്പമുണ്ട് കേട്ടോ. അതൊക്കെ കണ്ടോ, നമുക്ക് ഓണത്തിന്. അപ്പോൾ ഇവിടേക്ക് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടിട്ടോ അല്ലെങ്കിൽ ഇത് മേടിച്ചിട്ടാ പോകും.
കണ്ടെടുക്കെ അതാ മയില് അവിടെ ഓടിയെടുക്കുക അപ്പൊ കാണാം. അങ്ങനെ ഞാനും അപ്പൂസ് കൂടി അങ്ങനെ നടന്ന് പോവുകയാണ്. അതാ ചളിന്ന് ഇപ്പോഴത്തേക്ക് ചളിയൊക്കെ തീർച്ചയുണ്ട്. അങ്ങനെ മാൾട്ടീൻ്റെ ബസ്സൊക്കെ വന്ന് അവളെയൊക്കെ ഞങ്ങൾ സ്കൂളിലേക്ക് കയറ്റി വിട്ടതിന് ശേഷം ഞാനും അപ്പൂസ് കൂടി നേരെ അംഗൻവാടിയിലേക്ക് നടക്കുക കേട്ടോ. അപ്പോൾ പോണ വഴിയിൽ ഒരു വീടിൻ്റെ മതിൻ്റെ സൈഡിൽ കൂടെ നിറച്ച് പൂക്കൾ ഇങ്ങനെ നമ്മളെ കാശിത്തുമ്പല്ലേ, കാശിത്തുമ്പ് ഇങ്ങനെ വിട്ടിട്ടുണ്ട് പലതരം 2-3 കളറുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ നല്ല മഴ വരാൻ പോകുന്നുണ്ട് കേട്ടോ. ഒന്ന് മഴ വന്നു കഴിഞ്ഞാൽ നമ്മളത് ആകെ കല്ലത്താവട്ടോ. കാരണം ഇതാണ് കേട്ടോ അപ്പൂസിൻ്റെ അംഗൻവാടി. ഞാൻ മഴ വന്നു കഴിഞ്ഞാൽ കുഴപ്പമാവെന്ന് പറയാൻ കാരണം അപ്പൂസിൻ്റെ ഒറിജിനൽ അംഗൻവാടി ഇതല്ല കേട്ടോ. അതിൻ്റെ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതാണെന്നെങ്കിൽ നമ്മൾ വാടക കെട്ടിടത്തിലാണ് കേട്ടോ. പക്ഷേ എത്ര പരിമിതികളാണെങ്കിലും ടീച്ചർമാർ എല്ലാ കാര്യങ്ങളും ഇവിടെ കൊണ്ടുവരും കേട്ടോ. കയറും അപ്പോൾ ആഗസ്റ്റ് 15-ൻ്റെ തലേ ദിവസം ടീച്ചർ കുട്ടികൾക്ക് വേണ്ടി ഒരു കളറിങ് കോമ്പറ്റീഷൻ കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരോടും വീട്ടിൽ നിന്ന് കളറൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആകെ ഉള്ളത് 8-9 കുട്ടികളാണ്. അപ്പോൾ ആ കുട്ടികൾ എല്ലാവരും കേട്ടോ അവരെ പ്രായത്തിനനുസരിച്ചിനേക്കാൾ കൂടുതലാണ് അവർ കളർ കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ടീച്ചർ അവർക്ക് എല്ലാവർക്കും ഒരു മെഡൽ വാങ്ങിയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന അംഗൻവാടിയിലെ ബുക്കൊക്കെ നമ്മൾ പഠിക്കുമ്പോഴൊന്നും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. കാരണം ഒരു കട്ടിയുള്ളൊരു ബുക്ക്, അതിലിതുപോലെ കുറേ കളർ കൊടുക്കാനുണ്ട്, അവർക്ക് പഠിക്കാനുള്ളതിന് കവിത ഉണ്ട്, കഥയുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ നിന്നപ്പോൾ തന്നെ ഞാൻ അവിടെ അംഗൻവാടിയിൽ കുട്ടികൾ വരച്ച എല്ലാ സാധനങ്ങളും ഒന്ന് നോക്കിട്ടോ. പച്ചക്കറികളും പഴങ്ങളും അതേപോലെ തന്നെ പല വെറൈറ്റി ആയിട്ടുള്ള ഓരോ സംഭവങ്ങളൊക്കെ ടീച്ചറും കുട്ടികളൊക്കെ അവിടെ നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പുതിയ അംഗൻവാടി ഉണ്ടാക്കിയിട്ട് അവിടുന്ന് കാണിച്ചു തരണം എന്നാണ് വിചാരിച്ച്. അപ്പോൾ പുതിയ അംഗൻവാടി ഓപ്പൺ ആവാൻ കുറച്ചുകൂടി ടൈം എടുക്കുമെന്നാണ് ഇപ്പം ഇന്ന് മെമ്പർ വന്നപ്പോൾ പറഞ്ഞത്. കാരണം ഞങ്ങളെ ഈ നാട്ടിലെ പാണ്ടിക്കാട് പഞ്ചായത്തിലെ ഡിജിറ്റൽ അംഗൻവാടിയായിട്ട് നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അത്. അപ്പോൾ അത് നല്ല മന്ത്രിനെയൊക്കെ വിളിച്ച് അതുപോലെ തന്നെ നല്ല ആഘോഷത്തോടെ നല്ല ശിങ്കാരിമേളവും പടക്കവും പന്നിപ്പടക്കമൊക്കെ പറയണ പോലെ എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി നല്ല ഉഷാറായിട്ട് പിന്നെ ഓപ്പൺ ചെയ്യണം എന്നാണ് അവർ പറയണത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വൈകി പോകും കേട്ടോ. അതുകൊണ്ടാണ് ഓണപ്പരിപാടിയൊക്കെ ഞങ്ങൾ അധികം അവിടെ ആവുമെന്ന് വിചാരിച്ചു. പക്ഷെ അത് നടന്നില്ല. എന്തായാലും ഞങ്ങൾ അടുത്ത വീട്ടിൽ പരിമിതികൾ കുറേ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ അടുത്ത വീട്ടിലെ ചേച്ചീൻ്റെ വീട്ടിലോട്ട് പായസം വയ്ക്കുന്നത്. അപ്പോൾ അവിടെ പോയി പായസമൊക്കെ നോക്കി കണ്ടു വന്നു. അതിന് ശേഷം പിന്നെ പായസത്തിൽ കുറച്ച് പാലിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് അവിടുത്തെ 2 കുട്ടികളെയൊക്കെ വിട്ട് പിന്നെ പായസമൊക്കെ നല്ല സെറ്റാക്കി. കേക്ക് അപ്പൂസ് വിളി കേക്ക്. ഇതാരാ വാങ്ങി തന്നേ? ആരാ വാങ്ങി തന്നേ? ഉമ്മേ ഉമ്മച്ചിയോ? അങ്ങനെ ഇവിടെയുള്ള നാട്ടുകാരൊക്കെ ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാട്ടോ. അതായത് ടീച്ചറൊക്കെ വരുമ്പോഴേക്ക് തന്നെ അവർ ഇതേപോലെ പതാകയ്ക്കുള്ള മറ്റേ കൊടി നാട്ടാനുള്ള സംഭവമില്ല അതൊക്കെ റെഡിയാക്കിയിരുന്നു. അതുപോലെ എല്ലാവരും നല്ല എല്ലാത്തിനും ഇവരെ കൂടെ ടീച്ചർമാരെ കൂടെ നല്ല ഇതിൽ നിൽക്കും കേട്ടോ. അതുപോലെ നാട്ടുകാരാണെങ്കിലും എല്ലാവരും. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ അംഗൻവാടി മാറിയിട്ട് 3 വർഷമായിട്ടോ. എനിക്കിവിടെ അങ്ങനെ അധികം ആൾക്കാർ പരിചയമൊന്നുമില്ല. എന്നാലും നമ്മൾ അംഗൻവാടി എത്ര ദൂരമാണെങ്കിൽ നമുക്ക് കൊണ്ടുപോകണമല്ലോ കുട്ടികളെ. അതൊരു അംഗൻവാടി പറഞ്ഞാൽ അത് കുട്ടികൾക്ക് വേറൊരു ഇതാണ്. കാരണം സ്കൂൾ പോലെയല്ലല്ലോ. അവർക്ക് കുറച്ചുകൂടി കളിക്കാനും ചിരിക്കാനും പഠിക്കാനും അറിയാനൊക്കെ ഉള്ള കുറച്ചുകൂടി കാര്യങ്ങളുണ്ടായിരിക്കും. അങ്ങനെ മെമ്പറൊക്കെ വന്നു. പിന്നെ എല്ലാവരും എത്തിയിട്ടോ. ഫൈനലി എല്ലാവരും എത്തിയിട്ട് പിന്നെ പതാക ഉയർത്തുന്ന ടൈമായിട്ട് 9:30 ടൈമായിരുന്നു. അപ്പോൾ മെമ്പർ പല സ്ഥലത്തും പോയതിന് ശേഷം കേട്ടോ അങ്ങോട്ട് എത്തിയത്. അപ്പോൾ ടീച്ചറോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം പിന്നെ നമ്മൾ പരിപാടിക്ക് തുടങ്ങിയിട്ട് നല്ല കാര്യം ചെയ്യണം, നല്ലതു പഠിക്കണം, നല്ല കൂട്ടുകാരോടൊത്തു നല്ല കളികളാടണം, നല്ല വാക്ക് നല്ല ചിന്ത നല്ലതാം പ്രവർത്തികൾ നന്മ കൈവരാം നമുക്കു.
വരാൻ നമുക്ക് ദൈവത്തെ വണങ്ങണം. നമസ്തേ പറയൂ. ഗുഡ് മോർണിംഗ്. മൂന്നു വർണ്ണങ്ങൾ, ഒന്നു കുങ്കുമം, വെണ്ണിയൊന്നു വെള്ള പച്ച നീല ചക്രവും, ജാതയായി നാം വിളിക്കുവിൻ, ഭാരതത്തിൻ കൊടിയെ നോക്കി വന്ദിച്ചിടുവിൻ. ദാദാ ജയ ഹേ, ജയ ഹേ, ജയ ഹേ, ജയ 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 ഹേ. അപ്പോൾ കളർ കൊടുത്ത കുട്ടികൾക്ക് ടീച്ചറെ വക ചെറിയൊരു മെഡൽ ഉണ്ടായിരുന്നു കേട്ടോ. അത് ടീച്ചറുടെ ഹാപ്പിനെസ് ആണ്. അപ്പോൾ കുട്ടികളെല്ലാവരും അത് വാങ്ങിയതിന് ശേഷം കുറച്ച് മിഠായി അതുപോലെ പായസം അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം വിതരണം ചെയ്ത് നല്ല രസത്തിൽ നല്ല എൻജോയ്മെൻറ്റ് ചെയ്തു കേട്ടോ. ഈ ഒരു ഇതിന് മുന്നേ ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചുകൂടി നന്നായിരുന്നു എന്ന് തോന്നുന്നു എനിക്ക്. പക്ഷേ ഞങ്ങൾ പുതിയ അംഗനവാടിയാണ് ഇതിലും ബെറ്റർ ആയിട്ട് ഞങ്ങൾ ആഘോഷിക്കും കേട്ടോ. അപ്പോൾ എത്ര ചെറിയ ചെറിയ പരിമിതികളാണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ ചിട്ടയോടെ കൂടെ കൊണ്ടു നടക്കേണ്ട ടീച്ചർ. അതിനെന്തായാലും നമ്മൾ ടീച്ചർക്ക് നല്ലൊരു സല്യൂട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചില ആൾക്കാർ അംഗൻവാടി നമ്മൾ എന്തോരം അംഗൻവാടികൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു അംഗൻവാടി ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നണില്ലേ അത്രയും പരിമിതികൾക്കുള്ളിൽ നിന്ന് കൊള്ളുന്ന ഒരു അംഗൻവാടിയാണ് കേട്ടോ. പക്ഷേ എല്ലാം സെറ്റായി റെഡിയാവുമെന്ന് വിചാരിക്കണം. മിഠായി കിട്ടിയതൊക്കെ പോക്കറ്റിലാക്കണം കേട്ടോ നിങ്ങളിപ്പോൾ ഈ കണ്ടത്. അപ്പോൾ എല്ലാവരും മിഠായി കഴിച്ച് പിന്നെ പായസം കുടിച്ച് നല്ല ഒരു ആഗസ്റ്റ് 15 നല്ല സൂപ്പറായിട്ട് ആഘോഷിച്ചു കേട്ടോ. പിന്നെ അതിന് ശേഷം മെമ്പറോട് കുറച്ച് പുതിയ അംഗൻവാടിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് എല്ലാം സെറ്റാക്കി. അതിൻ്റെ കൂടെ തന്നെ കുട്ടികൾക്കുള്ള പായസം ചൂടാറിനവരെ കാത്തിരുന്നതാണ്. അവർ അതുവരെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. അതിന് അത്രയും സന്തോഷം ഉണ്ട് അവർക്ക് കേട്ടോ. കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഈ ബലൂൺ അതുപോലെ ഇതേപോലുള്ള ഒരു ആഘോഷം പറഞ്ഞാൽ ഭയങ്കര എൻജോയ്മെൻ്റ് ആവില്ലേ. അപ്പോൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഈ വർഷത്തെ എല്ലാതും അങ്ങനെ സൂപ്പറായിട്ട് നടന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ടാറ്റാ ബൈ.